മേയറും കെഎസ്ആർടിസി ഡ്രൈവറും തമ്മിലുള്ള തർക്കം അത് പുതിയ തലങ്ങളിലേക്ക് പോവുകയാണ്. കെഎസ്ആർടിസി ബസ്സിലെ ഡിവിആറിനുള്ളിൽ നിന്നും മെമ്മറി കാർഡ് കാണാതായതാണ് ഇപ്പോൾ വിവാദമാകുന്നത്. മെമ്മറി കാർഡ് കാണാതായത് എങ്ങനെ എന്നതിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. ആര്യയെയും ഭർത്താവ് സച്ചിൻ ദേവ് എംഎൽഎയെയും സംരക്ഷിക്കാനാണ് മെമ്മറി കാർഡ് മാറ്റിയത് എന്ന ആരോപണമാണ് പ്രതിപക്ഷ സംഘടനകൾ ആരോപിക്കുന്നത്. ഡാൻ ഗുരിനാണ് ചേരുന്നത് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ഡാൻ, ഈ വിഷയം മറ്റൊരു തലത്തിലേക്ക് പോകുന്നു. അന്വേഷണ സംഘം എത്തിയപ്പോഴേക്കും മെമ്മറി കാർഡ് കാണുന്നില്ല. ഇപ്പോൾ അതിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. മെമ്മറി കാർഡ് എവിടെ എന്ന രീതിയിലുള്ള അന്വേഷണമാണ് നടക്കുന്നത്. എന്തൊക്കെയാണ് വിവരങ്ങൾ? അശ്വതി, ഇതുമായി ബന്ധപ്പെട്ട് ഏറെ വിവാദങ്ങൾ ഉണ്ടായതിന് പിന്നാലെ കെഎസ്ആർടിസി ഇന്നലെ വൈകിട്ട് കെഎസ്ആർടിസി മാനേജ്മെന്റ് തമ്പാനൂർ പോലീസിൽ പരാതി നൽകിയിരിക്കുകയാണ്. ആ പരാതിയിന്മേൽ തമ്പാനൂർ പോലീസ് വൈകാതെ തന്നെ അന്വേഷണം ആരംഭിക്കും. മെമ്മറി കാർഡ് കാണാതെ പോയതുമായി ബന്ധപ്പെട്ട വിശദമായ അന്വേഷണം നടത്തണമെന്നാണ് ആവശ്യം. നിലവിൽ പോലീസിന് ലഭ്യമാകുന്ന വിവരമനുസരിച്ച് ഈ ബസ് തമ്പാനൂരിലെ യാർഡിൽ നിർത്തിയിട്ടിരിക്കുകയായിരുന്നു. ആ യാർഡിൽ വെച്ചാണ് ഈ മെമ്മറി കാർഡ് അപഹരിക്കപ്പെട്ടിരിക്കുന്നത് എന്നൊരു നിഗമനത്തിലേക്കാണ് പോലീസ് എത്തിയിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സമീപ സ്ഥലങ്ങളിലുള്ള ഈ യാർഡിലെ സിസിടിവി ദൃശ്യങ്ങൾ ഉണ്ടെങ്കിൽ അതടക്കം വിശദമായ പരിശോധനകൾക്ക് വിധേയമാക്കും. നിലവിലെ സാഹചര്യത്തിൽ ഇത് ആരാണ് ഇത്തരത്തിൽ എടുത്തുകൊണ്ട് പോയത് എന്നതിനെ സംബന്ധിച്ച ഒരു സൂചനകളും പോലീസിന് ലഭിച്ചിട്ടില്ല. ഈ വിവാദമുണ്ടായി ഇത്രയധികം ദിവസങ്ങൾക്ക് ശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട പരിശോധനകൾക്ക് വേണ്ടി പോലീസ് യാർഡിലേക്ക് എത്തിയത്. അതിനെതിരെ തന്നെ വിമർശനം ഉയരുന്നുണ്ട്. കാരണം ഈ വിവാദമുണ്ടായി, ഇത് വാർത്തകളിൽ ഇടം പിടിച്ച് ഈ കേസുമായി ബന്ധപ്പെട്ട പരാതി നൽകാൻ യദു കൃഷ്ണൻ പോലീസിനെ സമീപിച്ച സമയത്ത് തന്നെ ഇത്തരത്തിൽ ഈ മെമ്മറി കാർഡ് പരിശോധിക്കുന്ന സാഹചര്യം, ഡിവിആർ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നെങ്കിൽ അത്തരത്തിൽ മെമ്മറി കാർഡ് നഷ്ടപ്പെടുകയില്ലായിരുന്നു എന്ന നിലപാടിലേക്ക് പ്രതിപക്ഷ യൂണിയനുകളടക്കം TDF അടക്കമുള്ള യൂണിയനുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതേസമയം യദുവിനെ എപ്പോൾ ജോലിയിലേക്ക് തിരികെ എടുക്കുമെന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുന്നുണ്ട്. അത്തരത്തിൽ തിരികെ എടുക്കാത്ത ഒരു നടപടി ഉണ്ടായാൽ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് വീണ്ടും പ്രതിപക്ഷ സംഘടനകളുടെ നേതൃത്വത്തിൽ പ്രതിഷേധം ശക്തമാക്കാനുള്ള നീക്കം തന്നെയാണ് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും മേയറും ഈ യദു കൃഷ്ണനും തമ്മിലുണ്ടായ വാക്കുതർക്കം പുതിയ തലത്തിലേക്ക് നീങ്ങുന്ന അസാധാരണമായ ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അശ്വതി, ശരി, ഡാൻ ഗുരിനാണ് വിവരങ്ങൾ നൽകിയത്. നമ്മളിനി ഒരു അപകട വാർത്തയിലേക്കാണ്